കുരുമുളക് കൃഷിയോട് താല്പര്യമുള്ളവർക്കിടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് PVC പൈപ്പിൽ കുരുമുളക് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. അത്തരത്തിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നറിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷം മുമ്പ് ഞാൻ നട്ട് വളർത്തിയ കുരുമുളകാണ് ഈ കാണുന്നത്. ഈ ചെയ്ത് വെച്ചേക്കുന്നതിൽ അല്ലറ ചില്ലറ ഫോൾട്ടുകൾ ഉണ്ടെങ്കിലും മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഞാനിത് എങ്ങനെയാണ് ചെയ്തത്, എനിക്ക് ഇത് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് ഫോൾട്ട് വന്നത് എന്നുള്ള ബേസിക് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ 8 PVC പൈപ്പാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, ഞാനിത് ചെയ്യുന്ന സമയത്ത് ഒരു ലെങ്ത്ത് PVC പൈപ്പിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 750 മുതൽ 800 വരെ ആയിരുന്നു. ഇന്നതിൻ്റെ വില 900 ആണ്. 6 മീറ്ററാണ് ഒരു ലെങ്ത്ത് വരുന്നത്. അതിൽ ഏകദേശം ഒരു 90 സെൻറ്റിമീറ്ററോളം മണ്ണിൻ്റെ അടിയിലിട്ട് പോയിട്ടുണ്ട്. അധികം വീതിയില്ലാത്തൊരു കുഴി എടുത്തിട്ട് ഇതിൻ്റെ പൈപ്പിൻ്റെ അറ്റത്ത് 2 ക്രോസ് കമ്പി കൊടുത്ത് പിന്നെ ഏകദേശം 2 കൊട്ട കോൺക്രീറ്റ് മിക്സ് ചേർത്തിട്ടാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. ഈ 4 ഇഞ്ച് പൈപ്പിനകത്ത് ഏകദേശം 1.25 മീറ്ററോളം കോൺക്രീറ്റ് നിറച്ചിട്ടുമുണ്ട്. ഞാൻ ചെയ്ത പ്രൊസീജിയർ വീഡിയോ കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഞാനിത് ഒരിക്കൽ കൂടെ ചെയ്യുന്നുണ്ട്. ഞാനൊരു 3 പോസ്റ്റും കൂടെ പിടിപ്പിക്കാനുള്ള പ്ലാനുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഏകദേശം 4 അടി ഗ്യാപ്പിൽ കുരുമുളക് നടുമ്പോൾ എനിക്കുള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ വളം ചേർക്കാൻ പറ്റില്ല. അതായത് കൊത്തി കളച്ച് വളം ചേർക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പോസ്റ്റ് ഉറപ്പിക്കുന്നതോടുകൂടെ കുരുമുളകിന് വേണ്ട അടിവളവും ഒപ്പം ചേർത്തായിരുന്നു. അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ കുഴി എടുത്തായിരുന്നു. 2 തൈ എന്ന കണക്കിലാണ് ഒരു പോസ്റ്റിന് ചുവട്ടിൽ നട്ടിരിക്കുന്നത്. ഞങ്ങൾ സെലക്ട് ചെയ്തത് കുമ്പക്കൽ എന്ന് പറയുന്ന ഒരു ബ്രീഡായിരുന്നു. ഒരു പോസ്റ്റിൽ പന്നിയൂരും നട്ടു. അടിവളമായിട്ട് കൊടുത്തത് വേപ്പ് പിണ്ണാക്കും കോഴി കാഷ്ടമാണ്. പിന്നെ വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. വളമിട്ട് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെടി വെച്ചത്. പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി വളരുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ ചെറിയ പ്ലാസ്റ്റിക് കയർ കൊണ്ട് ഓരോ വള്ളിയായിട്ട് പോസ്റ്റിലേക്ക് ചേർത്ത് കെട്ടി കൊടുക്കാൻ തുടങ്ങി. അധികം ഉറപ്പൊന്നുമില്ലാത്ത ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ നൂലുകളാണ്. നമ്മൾ കുറച്ചൊന്ന് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടും. നമ്മൾ ഈ PVC പൈപ്പിൽ ചെയ്യുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇതുപോലെ കയറിങ്ങനെ കെട്ടി കൊടുക്കുക എന്നുള്ളത്. നമുക്ക് വളർച്ചയുടെ ഓരോ സ്റ്റേജിലും ഇത് PVC പൈപ്പിൽ നിന്ന് തണ്ട് വിട്ടു പോകുമ്പോൾ നമുക്കിങ്ങനെ കെട്ടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. വള്ളികളൊന്ന് ചേർത്ത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുരുമുളകിൻ്റെ വേര് പൈപ്പിൻ്റെ മുകളിൽ അള്ളി പിടിച്ചോളും. അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തിൽ തന്നെ ഇത് പിടുത്തം കിട്ടുന്നുണ്ട്. ഞാൻ ഈ പൈപ്പിൻ്റെ മുകളിൽ സാൻഡ് പേപ്പർ കൊണ്ട് ഉരയ്ക്കുക അല്ലെങ്കിൽ എക്സ്ട്രാ കോട്ടിങ് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ചോദ്യം വരുന്നത് ഈ കയറുകൾ നമ്മൾ എത്ര ഗ്യാപ്പ് വിട്ട് കെട്ടണം എന്നുള്ളതാണ്. ആക്ച്വലി അതിൽ അങ്ങനെ ഒരു ഇത്ര ഗ്യാപ്പ് വേണമെന്നൊന്നുമില്ല. ഈ കുരുമുളക് വള്ളി വളരുന്നതിനനുസരിച്ചിട്ട് ചില സമയത്ത് ഇത് പോസ്റ്റ് ഒന്ന് വിട്ടുവരും. ആ സമയത്തൊന്ന് ചേർത്ത് കെട്ടി കൊടുത്താൽ മതി. PVC പൈപ്പിൽ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും അടി മുതൽ തല വരെ ഈ വള്ളി ഒപ്പം കെട്ടിക്കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. സ്വയം വേര് പിടിച്ച് വളരാനുള്ളൊരു ടെൻഡൻസി ചെടികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ കാണുന്ന പോസ്റ്റിൽ എനിക്ക് നിലത്തുനിന്ന് ഏകദേശം ഒരു 3 മീറ്റർ ഉയരം വരെ കയറിട്ട് കെട്ടേണ്ടി വന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ ചെടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുരുമുളക് അതിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ച് വളരുന്നുണ്ട്. വേരിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഈ കാണുന്ന പോലെ അടിപൊളിയായിട്ട് സാധനം പിടിച്ചിട്ടുണ്ട്.
ഈ ഒരു പോസ്റ്റ് മാത്രമല്ല, എല്ലാ പോസ്റ്റിലും അങ്ങനെ തന്നെയാണ്. ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ ഈ ചെടിക്ക് ആ ഒരു സ്വഭാവം തനിയെ വരുന്നുണ്ട്. ഈ കാണുന്ന ചരട തോന്നുന്നു ലാസ്റ്റ് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് എനിക്ക് കെട്ടേണ്ടി വന്നിട്ടില്ല. നല്ല തിങ്ങിയിട്ട് തന്നെ ഗ്രോത്ത് ഉണ്ട്. നമുക്കിനി കുരുമുളകിൻ്റെ ബ്രീഡിനെ പറ്റി പറയാം. ഞാൻ നടാൻ വേണ്ടി സെലക്ട് ചെയ്ത് കുമ്പുക്കൽ കുരുമുളകാണ്. 20 തൈയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. ഒരു തൈയിന് 80 രൂപ വെച്ചിട്ട് 20 തൈ ഓർഡർ ചെയ്തു. അതിന് ഡെലിവറി ചാർജ് ആയിട്ട് 150 രൂപയും കൊടുത്തു. ഏകദേശം 1750 രൂപയാണ് എനിക്ക് ചെടിക്ക് മാത്രമായിട്ട് ചിലവ് വന്നത്. കുരുമുളകിൻ്റെ തൈ നടാൻ വൈകിയ കാരണം എനിക്ക് കുറച്ച് തൈ കേടുവന്ന് പോയി. അതുകൊണ്ട് ഒരു പോസ്റ്റിൽ മാത്രം ഞാൻ പന്നിയൂര് നട്ടു. ഞാൻ കുമ്പുക്കലിനെ മാർക്കറ്റ് ചെയ്യുന്നതല്ല. പന്നിയൂരിന് കുമ്പുക്കലിനെ പോലെ തന്നെ നല്ല വളർച്ചയുണ്ട്, നന്നായിട്ട് വേര് പിടിക്കുന്നുണ്ട്. പക്ഷേ പന്നിയൂരിന് ഇപ്പോഴാണ് തിരി വന്നത്. ഈ നേരം കൊണ്ട് കുമ്പുക്കൽ കൊല കുത്തി കായ്ച്ചു കഴിഞ്ഞു. എന്ന് വെച്ച് പന്നിയൂരോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ബാക്കി ബ്രീഡുകളോ മോശമാണെന്നല്ല, കാഴ്ച കിട്ടാൻ കുറച്ച് താമസമുണ്ട്. ഈ വീഡിയോ ക്ലിപ്പ് 2025 മാർച്ചിലെടുത്തൊരു വീഡിയോ ആണ്. ഏകദേശം 9 മാസം മുമ്പ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചെടിക്ക് ഇത്രയും വളർച്ച കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 1.5-1.25 വർഷമായിരിക്കുന്നു. തുടക്കത്തിലെ വളർച്ച വളരെ കുറവാണെങ്കിലും അത് കഴിഞ്ഞ് അങ്ങോട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ചെടി വളർന്നു. എല്ലാവരും പറയുന്ന പോലെ ചെടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഉണ്ടാകുന്ന തിരി നുള്ളിക്കളയുക അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ തുടക്കത്തിലുണ്ടായതുകൊണ്ട് എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നുള്ളിക്കളയാൻ നിന്നില്ല. ചെടി അതിൻ്റെ രീതിയിൽ വളർന്നോട്ട് തന്നെ വെച്ചു. ഇനി ഞാനിതിൽ ഫേസ് ചെയ്ത ഞാൻ കണ്ട 2-3 പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അത് എല്ലാ പോസ്റ്റിലും ഇല്ല, ചില പോസ്റ്റിലേ കണ്ടിട്ടുള്ളൂ. ഇനി അതിപ്പോൾ കാറ്റാണോ അതോ ഇതുപോലെ വലിയ കൊമ്പിൻ്റെ വെയിറ്റ് കാരണമാണോ എന്താണ് കാരണം എന്നറിയില്ല. എന്നാലും ഇതൊക്കെ കാരണങ്ങളാവാം. പക്ഷേ എനിക്കത് എല്ലാ പോസ്റ്റിലും ഇല്ല കേട്ടോ. ഇതിനൊന്നും അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഇത് മുകളിൽ വരെ എത്തി. ചെടി വളർന്ന മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അത് ഈ കാണുന്ന കമ്പികളുടെ മുകളിൽ കൂടെ വളഞ്ഞു തൂങ്ങി കിടന്നോളും. പിന്നെ നമുക്ക് ഒടിയതിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ മുകളിലേക്ക് എത്തിയതിന് ശേഷം ഈ ചെടികളൊന്നും എനിക്ക് കെട്ടി കൊടുക്കേണ്ടി വന്നിട്ടില്ല. കുരുമുളകിൻ്റെ വള്ളി അതിന് ഇഷ്ടത്തിനാണ് വളരുന്നത്. ഇത് മുൻപ് കാണിച്ച പന്നിയൂരാണ്. ഇതിൻ്റെ വള്ളികൾക്ക് വളർച്ചയ്ക്ക് യാതൊരുവിധ കുറവുമില്ല. നല്ല കരുത്തോടെ തന്നെ വളരുന്നുണ്ട്. ആകെ 2 തിരിയിട്ടത്, അതിലൊരു തിരിയാണിത്. നല്ല സ്ട്രെങ്ത്തിൽ തന്നെ ഇതിൻ്റെ വള്ളികൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊരു വേറൊരു ഫോൾട്ടാണ് ഈ കാണുന്നൊരു ഇളക്കം എന്ന് പറയുന്നത്. കാറ്റ് നല്ല രീതിക്ക് പിടിക്കും. ഈ ഒരു ഷെയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇതിൽ കോൺക്രീറ്റ് ആകെ 1.5 മീറ്റർ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഈ കാരണം കൊണ്ട് തന്നെ ഈ ഇതിൻ്റെ മുകളിൽ കോണി ചാരി വെച്ച് പൊട്ടിക്കാനോ അല്ലെങ്കിൽ കയറി പൊട്ടിക്കാനോ നമുക്ക് പറ്റില്ല. എല്ലാം കൂടെ കെട്ടിപ്പറ താഴെ വീഴും. ഈ കാണുന്ന 6 മീറ്റർ PVC പൈപ്പാണ് നമുക്ക് ഏറ്റവും എക്സ്പെൻസ് ഉള്ള പാർട്ട്. നമുക്ക് ഇതിൻ്റെ മൊത്തം കോസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഈ പൈപ്പിന് ഏകദേശം എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു ആവറേജ് 800 രൂപയാണ് ഒരു പോസ്റ്റ് എനിക്ക് അന്ന് വന്നത്. 1.5 വർഷം കഴിഞ്ഞുകൊണ്ട് റേറ്റിൽ കാര്യമായൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. നമുക്ക് ഇന്നത്തെ റേറ്റ് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2025 ഡിസംബർ. ക്വാളിറ്റി ഉള്ളൊരു PVC പൈപ്പ് ഒരു 900 രൂപ വരും. 2 പ്ലാന്റ് 160 രൂപ. ഉറപ്പിക്കാനുള്ള കോൺക്രീറ്റ് 300 രൂപ. PVC പൈപ്പിൻ്റെ താഴെയും മുകളിലിടാനുള്ള ഇരുമ്പ് കമ്പി 50 രൂപ. അടിയിൽ ചേർക്കാറുള്ള ഫെർട്ടിലൈസർ വളം 100 രൂപ. ടോട്ടലി 1510 രൂപ വരുന്നുണ്ട്. ഇത് മിനിമവും മാക്സിമവും അല്ല, ആവറേജ് ആണ്, കൂടാം കുറയാം. ഒരൊറ്റ പോസ്റ്റ് നിന്ന് നട്ടതിന് ശേഷം ആദ്യമായിട്ട് പൊട്ടിച്ച കുരുമുളകാണിത്. ഒരുപാടുണ്ടെന്ന് പറയാൻ പറ്റില്ല, കുറവ് തന്നെയാണ്. ഒരു 2 കിലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഹാപ്പിയാണ്, കാരണം അത് ആദ്യമായിട്ടല്ലേ പൊട്ടിക്കുന്നത്. വേറൊരാളുടെ സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ
നിങ്ങളുടെ വീട്ടാവശ്യത്തിന് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഒരുപാട് സ്ഥലമൊന്നും നഷ്ടമാവുന്നില്ല, ഉള്ള പരിമിതിയിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇനിയിപ്പം മണ്ണില്ല, നമുക്ക് നട്ടുപിടിപ്പിക്കാൻ മണ്ണില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു മെത്തേഡാണ് ചട്ടിയിൽ കുരുമുളക് വളർത്തുക എന്നുള്ളത്. അത് കുറ്റി കുരുമുളകല്ല, ഗ്രാഫ്റ്റ് ചെയ്തുള്ള കുരുമുളക്. കോളിബ്രിന അല്ലെങ്കിൽ ബ്രസീലിയൻ തിപ്പലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ കുരുമുളക് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ ചെറിയ ചെറിയ ചെടികളാണ് ഈ കാണുന്നത്. നല്ല റിസൾട്ടുള്ളൊരു മെത്തേഡാണിത്. ഇത് കുരുമുളക് ഓൾറെഡി പൊട്ടിച്ച് തീർന്ന കാരണമാണ്. ഞാൻ കുറ്റി കുരുമുളകിനോട് ഒരിക്കലും യോജിക്കില്ല. അത് നമ്മൾ ചുമ്മാ കുരുമുളകിൻ്റെ ഒരു കമ്പ് കട്ട് ചെയ്ത് അലവേരെ മുക്കി നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആയുസ് കുറവാണ്, കായ്ഫലവും കുറവാണ്. അതിനേക്കാളൊരു ഉചിതമായൊരു മെത്തേഡ് ഗ്രാഫ്റ്റിംഗ് തന്നെയാണ്. ഇതിൽ ഏത് ബ്രീഡ്, ഇന്ന ബ്രീഡൊന്നുമില്ല, ഏത് ബ്രീഡ് വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. ഈ കാണുന്ന തണ്ട് ബ്രസീലിയൻ തിപ്പലിയാണ്. അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടാവും, നല്ല രീതിയിൽ വളവും വെള്ളവും എല്ലാം വലിച്ചെടുക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പോയിൻ്റാണ് ഈ കാണുന്നത്. നല്ല സ്ട്രെങ്ത്തിൽ തന്നെ ചെടി വളരും. ഇതിന് സപ്പോർട്ടായിട്ട് ഇരുമ്പിൻ്റെ ഒരു കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. കുറേ വർഷങ്ങൾ നിൽക്കേണ്ടതുകൊണ്ട് ഇത് അനിവാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 മെത്തേഡിൻ്റെയും ഒരു ഡീറ്റെയിൽ വീഡിയോ, കൺസ്ട്രക്ട് ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി.